ഇന്ത്യയിൽ ഭരണ അട്ടിമറി നടത്താൻ ചൈനീസ് നീക്കം. മുന്നറിയിപ്പുമായി ടിബറ്റൻ മുൻ പ്രസിഡന്റ് ഡോക്ടർ ലോബ്സാങ് സംഖേവ് രംഗത്തെത്തിയിരിക്കുകയാണ്. മറ്റൊരു സർക്കാരിനെ കൊണ്ടുവരാനോ സായുധ വിഭാഗത്തെ കൊണ്ടുവരാനോ ആണ് നീക്കം. ചൈന, ഇന്ത്യൻ നേതാക്കൾ, ബുദ്ധിജീവികൾ, ബിസിനസ്സുകാർ, പത്രപ്രവർത്തകർ, ഇന്നത്തെ യൂട്യൂബർമാരെ പോലും വിലയ്ക്ക് വാങ്ങുന്നു എന്നും വിവരമുണ്ട്. ബീജിംഗിന്റെ രാഷ്ട്രീയ തന്ത്രങ്ങളിൽ നിന്ന് ഇന്ത്യയും മുക്തമല്ലെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ദില്ലിയിൽ നടക്കുന്ന ചൈനീസ് എംബസിയുടെ ദേശീയ ദിനാഘോഷങ്ങൾ നോക്കൂ. ആരൊക്കെ പങ്കെടുക്കുന്നുവെന്ന് പരിശോധിക്കുക. രാഷ്ട്രീയക്കാരുടെയും ബിസിനസ് നേതാക്കളുടെയും മറ്റുള്ളവരുടെയും ഫോട്ടോകൾ നിങ്ങൾക്ക് കാണാം. അവയെല്ലാം വിലയ്ക്ക് വാങ്ങുന്നവയല്ല, പക്ഷെ ചൈനക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഇന്ത്യയുടെ അയൽപ്പക്കത്തു നിന്നുള്ള അസ്വസ്ഥാജനകമായ സമാനതകൾ അദ്ദേഹം ഉദ്ധരിച്ചു. അവിടെ ബീജിംഗ് വഴങ്ങുന്ന ഭരണകൂടങ്ങളെ പിന്തുണച്ചിരുന്നുവെന്ന് ആരോപിക്കപ്പെടുന്നു. നേപ്പാളിൽ ഒരു പാർട്ടി പരസ്യമായി ചൈനയെ അനുകൂലിക്കുന്നു, മറ്റൊരു പാർട്ടി ഇന്ത്യയെ അനുകൂലിക്കുന്നു. ശ്രീലങ്ക, ബംഗ്ലാദേശ്, മാലിദ്വീപ് എന്നിവിടങ്ങളിൽ ചൈന ഭരണവർഗത്തെ വളർത്തിയെടുത്തിട്ടുണ്ട്.